അടുത്ത ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് 8085 ഉണ്ട്. ഓക്കെ, ഇത് എല്ലാ ഇൻസ്ട്രക്ഷൻസും തൽക്കാലം പഠിക്കാൻ നിൽക്കണം എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കണ്ടന്റുകൾ നോക്കിയാൽ മതിയാവും. ഓക്കെ, ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, പക്ഷെ അതിന് ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിക്കവാറും ആർടെസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, സോ ഇത്തരം കാറ്റഗറി ആണുള്ളത്. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ബൂളിയൻ വേരിയബിൾ മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് ബിറ്റ് മാനിപ്പുലേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ദെൻ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ലോജിക് ഇൻസ്ട്രക്ഷൻസ്, പ്രോഗ്രാം ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജമ്പ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ആ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇന്ററപ്റ്റ് ഫ്ലോ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. ഓക്കെ, ദെൻ നോക്കൂ, മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകൾ നോക്കിപ്പോ. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ്? ഇവിടെ മൂവ് തന്നെയാണ്. ഓക്കെ, മൂവ് A, R2, മൂവ് A, R7 എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത്? R2നെ എയിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഓക്കെ, മൂവ് ദ കണ്ടന്റ് ഓഫ് A to R, ഇതായിരിക്കും R4 എന്ന് പറഞ്ഞാൽ എനെ എങ്ങോട്ട് കോപ്പി ചെയ്യും? R4ലേക്ക് കോപ്പി ചെയ്യും. ഇത് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ഡേറ്റ കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ദെൻ ഈ DPTR വരുന്ന സമയത്ത് ഞാൻ പറയാം. ഓക്കെ, ഇനി ഇമ്മീഡിയറ്റ് ഡേറ്റ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. 8086 ഇത് പോസിബിൾ ആവത്തില്ല. ഇമ്മീഡിയറ്റ് ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അഡ്രസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റയെ നമുക്ക് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലെ കണ്ടന്റ്, ഇപ്പൊ R0 ഒരു അഡ്രസ് ആയിരിക്കും. ഓക്കെ, ആ അഡ്രസ്സിലെ കണ്ടന്റ് എന്തായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും? ഈ 8 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി DPTR എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്, അതുമായിട്ട് ആക്സസ് ചെയ്യാനാണ്, അതിലെ ഡേറ്റ ആക്സസ് ചെയ്യാനാണ്. അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കി ഏത് രജിസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാം 8 ബിറ്റ് ആണ്. DPTR മാത്രം 16 ബിറ്റ് ആണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ദെൻ ഇനി ഇതെല്ലാം മൂവ് ഓപ്പറേഷൻസ് തന്നെയാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ദെൻ പുഷും പോപ്പും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പുഷ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. പോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റാക്ക് ടോപ്പ് ഇരിക്കുന്ന വാല്യൂ പോപ്പ് ചെയ്യും. നിങ്ങൾക്ക് 8086ന്റെ പുഷും പോപ്പ് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. 8086ൽ പുഷ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുമ്പോൾ 2 ബൈറ്റ് ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് സ്റ്റാക്ക് ഇരിക്കുന്ന ഏത് മാറ്ററിലാണ്? നമ്മൾ സാധാരണ സ്റ്റാക്ക് വരയ്ക്കുന്ന പോലെ താഴെ നിന്ന് മുകളിലേക്കല്ല, തിരിച്ചാണ് സ്റ്റാക്ക് ഇരിക്കുന്നത്. അപ്പം പുഷ് ചെയ്യണമെങ്കിൽ 2 ബൈറ്റ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെയൊന്നും വേണ്ട, സ്റ്റാക്ക് നേരെയാണ് ഇരിക്കുന്നത്. നമ്മൾ സ്റ്റാക്ക് വരയ്ക്കുന്ന പോലെ താഴെ നിന്ന് മുകളിലേക്കാണ് സ്റ്റാക്ക് ഇരിക്കുന്നത്. സോ സ്റ്റാക്ക് പുഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുക, അവിടെ പ്ലേസ് ചെയ്യുക, അത്ര മാത്രമാണ്. ഇനി എല്ലാം 8 ബിറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഒരു വാല്യൂ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു അഡ്രസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇൻക്രിമെന്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദെൻ എക്സ്ചേഞ്ച് ഫംഗ്ഷൻ ഉണ്ട്. എക്സ്ചേഞ്ച് ഫംഗ്ഷൻ എന്താണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, എക്സ്ചേഞ്ച് A, R എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എയും R-നും തമ്മിൽ എന്ത് ചെയ്യും? അത് Rn മീൻസ് R1 എന്നാണ് കൊടുക്കുന്നെങ്കിൽ അക്യുമുലേറ്ററും R1 തമ്മിൽ എന്ത് ചെയ്യും? അത് എക്സ്ചേഞ്ച് ചെയ്യും വാല്യൂ. ഇനി എക്സ്ചേഞ്ച് A, @RI എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. സപ്പോസ് R1-നകത്തിരിക്കുന്ന ഒരു അഡ്രസ് ആയിരിക്കും, ആ അഡ്രസ്സിലെ വാല്യൂയും എയുമായിട്ട് എന്ത് ചെയ്യും? അത് എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. 8086-നകത്തൊന്നും ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ദെൻ അടുത്ത നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആഡ് എ, ദെൻ ഇമ്മീഡിയറ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, എയുടെ കൂടെ ഇമ്മീഡിയറ്റ് ഡേറ്റയും കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് എവിടെ കാണും? എയിൽ കാണും. ഇത് ആഡ് വിത്ത് ക്യാരി ഉണ്ട്, സബ് വിത്ത് ബോറോ ഉണ്ട്. ഓക്കെ, മൾ ബി ഉണ്ട്. എയും ബി കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് എവിടെ കാണും? എയിലും ബിയിലും മറ്റേ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞുതരാം അതിനൊക്കെയുള്ള ടോപ്പിക്. ഇതാണ്ട് എക്സാമ്പിൾസ് ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്താൽ മതി. സിമിലർലി ഡിവിഷൻ ഓപ്പറേഷൻ. ഓക്കെ, ദെൻ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഓപ്പറേഷൻസ് DPTR ഇൻക്രിമെന്റ് നിങ്ങൾക്ക് അറിയാം, 8086 പഠിച്ചതിനാണ്. ദെൻ